മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഏലാ നിർമ്മിത ധൂമ്രലോചനമധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. രണ്ടാമത്തെ കഥ മഹിഷാസുരമർദിനി എന്നുള്ളതായിട്ടുള്ള അതുണ്ടല്ലോ പേര് തന്നെ. ആ മഹിഷാസുരനെ വധിച്ചതായിട്ടുള്ള കഥ അതാണ് പറയാൻ തുടങ്ങണത്. ഇനി പറയണത് അതിൻ്റെ തുടക്കമായി മഹിഷാൻ എന്നുള്ളതായിട്ടുള്ള അസുരന്മാർ ദേവന്മാരെ ഉപദ്രവിക്കുന്നു, എല്ലാവരെയും തോൽപ്പിച്ചു, ദേവന്മാരൊക്കെ തോറ്റു എന്നുള്ളതായിട്ടുള്ള കഥ പറഞ്ഞു. ഇനി പറയണം ആ മഹിഷാസുരനെ ഇന്ദ്രത്വം സിദ്ധിച്ചു, എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളൊക്കെ സ്വയം പിടിച്ചെടുത്തു മഹിഷാസുരൻ എന്നുള്ളതായിട്ടുള്ള വർത്തമാനം ദേവന്മാരൊക്കെ കൂടിയിട്ട്, ബ്രഹ്മാവും ദേവന്മാരുമൊക്കെ കൂടി ശിവനും വിഷ്ണുവും കൂടി ഇരിക്കണതായിട്ടുള്ള സമയത്ത് അവിടെ ചെന്ന് സങ്കടം ബോധിപ്പിച്ചു എന്ന് പറഞ്ഞു. അവർ ബോധിപ്പിക്കണതായിട്ടുള്ള കഥ തുടരുകയാണ്. സ്വർഗനിരാകൃതാ സർവേ തേന ദേവഗണാ ഭുവി വിചരന്തി യഥാമർത്യ മഹിഷേണ ദുരാത്മനാ. ദേവന്മാർ ഇവിടെ ചെന്ന് സങ്കടം പറയണതാണ്. തേന മഹിഷേണ ദുരാത്മന, ദുരാത്മന തേന മഹിഷേണ, ദുരാത്മാവായിട്ടുള്ള ആ മഹിഷാസുരനാൽ, ദുരാത്മാവ് എന്ന് വെച്ചാൽ ദുഷ്ടനായിട്ടുള്ള ആ ദുഷ്ടനായിട്ടുള്ള മഹാസുരനാൽ സ്വർഗാത് നിരാകൃതാഹ, സ്വർഗത്തിൽ നിന്ന് നിരാകൃതരായ പുറന്തള്ളപ്പെട്ടതായ ഇവരെല്ലാവരും സ്വർഗത്തിൽ നിന്ന് ദേവന്മാരെയൊക്കെ പുറത്തേക്കാക്കി മഹിഷാസുരൻ എന്നുള്ളതാണ്. സ്വർഗാത് നിരാകൃതാഹ, സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടതായ ആ ദേവന്മാരെല്ലാവരും ഭുവി വിചരന്തി, ഭൂമിയിൽ അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് സഞ്ചരിക്കുകയാണെന്നാണ്. അപ്പൊക്കെ അവർക്ക് സ്വർഗത്തിലിരിക്കാൻ സ്ഥലം ഇല്ലാണ്ടായപ്പോൾ അവർ ഭൂമിയിലേക്ക് വന്നു എന്നാണ്. ഭുവി വിചരന്തി, ഭൂമിയിൽ വിചരിക്കണു, അവരെല്ലാവരും ഭൂമിയിൽ നടക്കുകയാണെന്നാണ്. എങ്ങനെയാണ്? യഥാ മർത്യാഹ, മർത്യന്മാരെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ. ദേവന്മാരെല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് സ്വർഗത്തിൽ കഴിയണവരല്ലേ. അവർക്കിപ്പോൾ യാതൊരു നിർവാഹവും ഇല്ലാണ്ടായി, അവിടെയുള്ളതായിട്ടുള്ള ആ സുഖഭോഗങ്ങളൊന്നും ഇല്ലാതെ കണ്ടായിട്ട് ഭൂമിയിൽ ആ നിസ്സാരന്മാരായിട്ടുള്ള മർത്യന്മാരെ പോലെ, മനുഷ്യരെ പോലെ ആണ് അവർ കഴിയണതെന്ന്. ഭൂമി ദേവഗണാഹ, ദേവഗണങ്ങളെല്ലാവരും ഭൂമിയിൽ വിചരന്തി, അങ്ങും ഇങ്ങുമായിട്ട് സഞ്ചരിക്കുന്നു. യഥാ മർത്യാഹ, മർത്യന്മാരെ പോലെ, മനുഷ്യരെ പോലെ അവർ ഭൂമിയിലിങ്ങനെ സഞ്ചരിക്കുകയാണ്. എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയക്കപ്പെട്ടു. അങ്ങനെ ആ മഹിഷാൻ, ദുരാത്മാവായിട്ട് ദുഷ്ടനായിട്ടുള്ള മഹിഷാസുരൻ അവരെയൊക്കെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അവരൊക്കെ ഭൂമിയിൽ വന്ന് സഞ്ചരിച്ചും കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഏതത്വാം കഥിതം സർവം അമരാരി വിചേഷ്ടിതം ശരണം ച പ്രപന്നാസ്മോ വധസ്തസ്യ വിചിന്യതം. ഏതത് വാം കഥിതം, ഏതത് ഇത്, ഈ വാർത്ത, ഈ വിവരം, ഇങ്ങനെ ദേവന്മാരൊക്കെ വലിയ കഷ്ടത്തിലാണ്, എല്ലാവരും ഭൂമിയിൽ ഇപ്പോൾ അവിടെയും ഇവിടെയും സഞ്ചരിച്ചും കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിട്ടുള്ള ഈ വാർത്ത. വാം കഥിതം, നിങ്ങളോട് ഞങ്ങൾ അറിയിക്കണു. വാം കഥിതം, നിങ്ങളോട്. വാം എന്നുള്ളത് ദ്വിവചനാണ്, രണ്ടുപേരാണല്ലോ ഇവിടെ, ശിവനും വിഷ്ണു ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് വാം എന്ന് പറയുന്നത്. നിങ്ങളോട് ഇത് കഥിതം, നിങ്ങളോട് ഞങ്ങൾ ഇപ്പോൾ പറയണു. സർവം അമരാരി വിചേഷ്ടിതം, അവിടെ പദം മുറിക്കുമ്പോൾ സർവം അമരാരി വിചേഷ്ടിതം എന്നാവും. സർവം മുഴുവനും, അമരാരി വിചേഷ്ടിതം, അമരന്മാര് ദേവന്മാരുടെ അരികള് ശത്രുക്കള്, അമരന്മാരുടെ അരികളുടെ ശത്രുക്കളുടെ വിചേഷ്ടിതം, അവരുടെ പ്രവൃത്തി മുഴുവനെ, അതായത് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അമരന്മാരുടെ അരികളുടെ ശത്രുക്കളുടെ വിചേഷ്ടിതം, ദേവന്മാര് അവരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ ഈ പ്രവൃത്തികളൊക്കെ ഞങ്ങളിങ്ങനെ അവിടെ വന്ന് പറഞ്ഞു. ശരണം ച പ്രപന്നാഹ സ്മഹ, നിങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ശരണം പ്രപന്നാഹ സ്മഹ, ഞങ്ങൾ നിങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഭഗവാന്മാരെ, വിഷ്ണുവിനെയും ശിവനെയും രണ്ടുപേരെയും ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ശരണം ച പ്രപന്നാഹാസ്മ, ഞങ്ങൾ ശരണം പ്രാപിച്ചവരായിരിക്കുന്നു എന്നർത്ഥം. വധസ്തസ്യ വിചിന്യതം, എന്താ വേണ്ടത്? ആ തസ്യ വധ വിചിന്യതാം,
ആ അസുരനെ വധിക്കുന്നതിൽ, മഹിഷാസുരനെ വധിക്കുന്നതിനെ കുറിച്ച് എന്താണ് വേണ്ടത് എന്നുള്ളത് ആലോചിക്കൂ. ഞങ്ങൾക്കൊന്നും കഴിവില്ല, ഞങ്ങളൊക്കെ തോറ്റ് പിന്മാറിയിരിക്കുകയാണ്. തസ്യ വധഹ വിചിന്യതാം. ഇനി ആ മഹിഷാസുരനെ വധിക്കാനുള്ളതായിട്ടുള്ള ഉപായം എന്താണ് എന്ന് ആലോചിച്ചോളൂ എന്ന് ദേവന്മാരിങ്ങനെ ബ്രഹ്മാവ് സഹിതം വന്നിട്ട് ശിവനും വിഷ്ണുവും കൂടി ഒന്നിച്ചിരിക്കണതായിട്ടുള്ള സമയത്ത് അവരോട് പറഞ്ഞു എന്നുള്ളതാണ്. ഇത്തം നിശമ്യ ദേവാനാം വചാംസി മധുസൂദന ചകാരകോപം ശംഭുശ്ച ഭൃഗുടീകുടിലാനനൗ. ഇത്തം നിശമ്യ, ഇപ്രകാരം നിശമ്യ കേട്ടിട്ട്, ഇത്തം നിശമ്യ ഇപ്രകാരം കേട്ടിട്ട്, ദേവാനാം വചാംസി ദേവന്മാരുടെ, ദേവന്മാരുടെ വാക്കുകൾ, വചാംസി വാക്കുകൾ, കേട്ടിട്ട് മധുസൂദന കോപം ചകാര. മധുസൂദനൻ വിഷ്ണു, ശംഭുശ്ച എന്ന് പറഞ്ഞു. മധുസൂദനനും ശംഭുവും രണ്ടുപേരും, മധുസൂദന കോപം ചകാര എന്ന് പറഞ്ഞു. പിന്നെ ശംഭുവും കോപം ചകാര എന്ന് വേറെ എടുക്കണം, ആദ്യം എടുക്കണം. മധുസൂദനനും ശംഭുവും വെച്ചാൽ ശിവൻ, മധുസൂദനൻ വിഷ്ണു, ശിവനും വിഷ്ണുവും രണ്ടുപേരും കോപിച്ചു എന്നാണ്. രണ്ടുപേർക്കും കോപമുണ്ടായി. കുടിലാനനൗ. ഭൃഗുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരികം കുടിലമാക്കിക്കൊണ്ട് വളച്ചുകൊണ്ട്, കോപത്തിന്റെ ലക്ഷണമാണല്ലോ പുരികം വളയ്ക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുടിലാനനവും, ഭൃഗുടികൾ കുടിലങ്ങളാക്കിക്കൊണ്ടുള്ളതായ ആനനങ്ങളോടുകൂടി, അതായത് രണ്ടുപേരുടെയും ആനനങ്ങൾ എന്നുള്ളതാണ് മുഖം. രണ്ടുപേർക്കും ആ കോപം വന്നിട്ട് രണ്ടുപേരുടെയും ഭ്രൂടികൾ കുടിലങ്ങളായി, കുടിലും വളഞ്ഞുകൊണ്ടായി എന്നാണ്. ഭ്രൂടികൾ വളഞ്ഞുകൊണ്ട്, കോപം കൊണ്ട് വളഞ്ഞ ഭ്രൂടികളോട് കൂടിയവരായി, രണ്ടുപേർക്കും കോപം വന്നവരായി തീർന്നു. രണ്ടുപേർക്കും നല്ല കോപം ഉണ്ടായി എന്നാണ്. തതോധികോപപൂർണസ്യ ചക്രിണോവദന തത നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണശങ്കരസ്യ ച. തതഃ അനന്തരം അതികോപപൂർണസ്യ, അതികോപം കൊണ്ട് പൂർണ്ണനായിട്ടുള്ള, അതായത് അത്യധികം കോപം വന്നതായിട്ടുള്ള ചക്രിണ. ചക്രി എന്ന് വെച്ചാൽ മഹാവിഷ്ണു, ആയുധത്തോടു കൂടിയ, ചക്രമാകുന്ന ആയുധത്തോടു കൂടിയവൻ ചക്രി. ചക്രിണ, ചക്രിയുടെയും മഹാവിഷ്ണുവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെ വദനാത് മുഖത്തു നിന്ന്, തതഃ അനന്തരം നിശ്ചക്രാമ പുറത്തേക്ക് വന്നു. മഹത് തേജ, മഹത്തായിട്ടുള്ള ഒരു തേജസ്, വലിയൊരു തേജസ് മഹാവിഷ്ണുവിൻ്റെ വദനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. മഹാവിഷ്ണുവിൻ്റെ വദനത്തിൽ നിന്ന് വളരെ വലിയതായിട്ടുള്ളൊരു തേജസ് പുറത്തേക്ക് വന്നു. നിശ്ചക്രാമ പുറത്തേക്ക് വന്നു. മഹത്തേജ, മഹത്തായിട്ടുള്ളൊരു തേജസ്, അതികോപം പൂർണ്ണസ്യ ചക്രിണ, അത്യധികം കോപം കൊണ്ട് പൂർണ്ണനായിട്ടുള്ള, കോപം വർദ്ധിച്ച കോപത്തോടു കൂടിയ മഹാവിഷ്ണുവിൻ്റെ വദനത്തിൽ നിന്ന് ഒരു തേജസ്, മഹത്തായിട്ടുള്ളൊരു തേജസ് നിശ്ചക്രാമ പുറത്തേക്ക് വന്നു. ബ്രഹ്മണ ശങ്കരസ്യ ച, അതേസമയം ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും അതേപോലെ, ബ്രഹ്മണ ശങ്കരസ്യ ച, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും അതേപോലെ ഒരു തേജസ് പുറത്തേക്ക് വന്നു. ശങ്കരസ്യ ച, ശിവന്റെ മുഖത്തു നിന്നും ഒരു തേജസ് പുറത്തേക്ക് വന്നു. മൂന്നാളുടെ മുഖത്തു നിന്നും, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ 3 പേരുടെ മുഖത്തു നിന്നും ഓരോ തേജസ് പുറത്തേക്ക് വന്നു എന്നാണ്. 3 ആളുടെയും മുഖത്തു നിന്ന്, 3 പേർക്കും കോപമുണ്ട്, അപ്പം 3 ആളുടെയും തേജസ് മുഖത്തു നിന്ന് ഓരോ തേജസ് പുറത്തേക്ക് വന്നു എന്നാണ്. ബ്രഹ്മണ ശങ്കരസ്യച്ച. അപ്പം അവിടേക്ക് ബ്രഹ്മണ എന്നുള്ളത് നിശ്ചക്രാമ മഹത്തേജ എന്നുള്ളത് അങ്ങോട്ട് കൊടുക്കണം. അതുപോലെ ശങ്കരസ്യ എന്നുള്ളിടത്തും എടുക്കണം നിശ്ചക്രാമ മഹത്തേജ എന്നിട്ടാണ്. 3 ആളുടെയും മുഖത്തു നിന്ന് വലിയതായിട്ടുള്ള തേജസ് പുറത്തേക്ക് വന്നു. ഓരോരോ തേജസ് 3 ആളുടെ മുഖത്തു നിന്നും പുറത്തേക്ക് വന്നു എന്നാണ്. അന്വേഷം ജൈവദേവാനാം ശക്രാദീനാം ശരീരത നിർഗതം സുമഹത്തേജസ്തൈക്യം സമഗച്ഛത. ഇനി അന്വേഷാം ജൈവ ദേവാനാം, മറ്റുള്ളതായിട്ടുള്ള ദേവന്മാരുടെ മുഖത്തു നിന്നും, എല്ലാ ദേവന്മാരുടെ മുഖത്തു നിന്നും ഓരോരോ തേജസ് ശരീരത എന്നാ പറഞ്ഞത്, അവരുടെ ശരീരത്തിൽ നിന്നൊക്കെ. അന്വേഷാം ജൈവ ദേവാനാം, മറ്റുള്ള ദേവന്മാരുടെയും, ശക്രാദീനാം, ശക്രം തുടങ്ങിയതായിട്ടുള്ള, ദേവേന്ദ്രൻ തുടങ്ങിയതായിട്ടുള്ള മറ്റുള്ള ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും, ശരീരത്തിൽ നിന്നും നിർഗതം പുറത്തേക്ക് വന്നു. സുമഹത്തേജ, ഇതേമാതിരി അത്യധികമായിട്ടുള്ള ഓരോ തേജസ് ആ ദേവന്മാരുടെ എല്ലാം ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. സുമഹത്തേജ തച്ചൈക്യം സമഗച്ഛത. തച്ച, ആ തേജസ്, അതായത് ഈ
എല്ലാവരുടെ ശരീരത്തിൽ നിന്നും മുഖത്തു നിന്നും വന്നതായിട്ടുള്ള ആ തേജസ്സൊക്കെ തച്ച അതാകട്ടെ ഐക്യം സമഗച്ഛത ഏകമായിട്ട് തീർന്നു, ഒന്നിച്ചു ചേർന്നു എന്നുള്ളതാണ്. ഈ എല്ലാവരുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടതായിട്ടുള്ള തേജസ്സൊക്കെ ഒന്നിച്ച് ഒറ്റ തേജസ്സായിട്ട് തീർന്നു എന്നാണ്. അതായത് എല്ലാവരുടെയും ശക്തി അങ്ങട് ഒന്നിച്ചു വന്നു എന്നുള്ളതാണ്. ആ തേജസ്സിൽ എല്ലാ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്വേഷാം ജൈവദേവാനാം ചക്രാദീനാം ശരീരത, മറ്റുള്ളതായിട്ടുള്ള ദേവന്മാരുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ഇപ്രകാരം ശരീരത്തിൽ നിന്ന് നിർഗതം സുമഹത് തേജ, ആ തേജസ് ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്നും തേജസ് പുറത്തേക്ക് വന്നു എന്നാണ്. തച്ചൈക്യം സമഗച്ഛത, അത് എല്ലാം കൂടിയിട്ട് ഏകമായിട്ട് തീർന്നു. ഐക്യം സമഗച്ഛത, ഐക്യത്തെ പ്രാപിച്ചു, ഒന്നായി തീർന്നു. ആ സർവ്വദേവന്മാരുടെയും തേജസ് അങ്ങനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ തേജസ്സുകളും മറ്റെല്ലാ ദേവന്മാരുടെ തേജസ്സുകളും ഒക്കെ ഒന്നിച്ചു ചേർന്നു എന്നുള്ളതാണ്. അതാണ് ആ ദേവിയുടെ തേജസ്സായി തീർന്നു എന്നുള്ളതാണ് അവിടെ പറയണത്, പറയാൻ പോണത്. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായേ നമഃ.